ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പിക്സൽ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മൈൻഡ് SMP എപ്പിസോഡ് 3 അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് ഇൻട്രോ കണ്ടിട്ട് പോയോ. ചെല്ല് ഓക്കെ. അപ്പോൾ നമുക്ക് നല്ല ഇവിടെ നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയതാണ് മൈനിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കൊന്ന് സ്പോൺ വരെ പോകണം. അപ്പോൾ നമുക്ക് നല്ല ഒന്ന് സ്പോണിക്ക് വേണ്ടി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കഴിച്ച് ഞാൻ വീണ്ടും വന്ന് കൂടെ ഒരു വധൂരിനെ കിട്ടി. അവൻ്റെ കൂടെ നടന്നതാണ് ഈ ഒരു സോംബി ഒന്ന് അടിച്ചിട്ട് ഇതാ നിൽക്കുന്നത്. എൻ്റെ കുതിരേനെ കൊണ്ടുപോയി അവനും പോയി ചത്ത്. കുതിര ചത്തൊന്ന് ദൈവത്തിനറിയാം. കുറേ നേരം പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ഹങ്കറും കുറഞ്ഞ് അവനാണെങ്കിൽ തുള്ളിച്ചാടി നടക്കുക. അത് മെല്ലെ നീങ്ങി വരണ്ടേ. ഒന്നാമത് ഫുഡ് റിസോഴ്സ് ഇല്ല. നമുക്കിനി ഫുഡിന് കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കണം. അപ്പം ഇവനെ കൊണ്ട് നമുക്ക് ഇനി വീട്ടിൽ പോകാം. എവിടാ പട്ടി എൻ്റെ ഇതെന്നതാ കൊല്ലടല്ല അതിൻ്റെ മക്കളെ. ഞാൻ ഓർക്കാം എൻ്റെ കുതിരേനെ കൊണ്ട്. നേരെ ഷൂട്ട് ഈ കൊണ്ട കൊണ്ടില്ല അയ്യോ എൻ്റെ കുതിര. അയ്യോ നമ്മളാണെങ്കിൽ ഈ നെതറി കയറി വഴി നമ്മളിവിടെ ഒരുത്തനെ കണ്ട് റിച്ച് പറയണം അവനെ. എന്നിട്ട് ഇവൻ്റെ പുറകെ പിന്നാലെ കയറി വന്നപ്പോൾ ഇത്രയും വലിയ ബേസിക്ക് കയറി വന്നതാണ്. ഇവരുടെ ബേസ് നോക്കിയാൽ തന്നെ അറിയാം മഷ്റൂം തീമാണ് ഇവർ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ കയറിയപ്പോൾ എനിക്കിവിടെ ഒരു 25 ഡയമണ്ടൊക്കെ ചെക്കന്മാർ തന്നേക്കണേ. ഇവിടെ ലെയറായിട്ടുള്ള പണിയാണ് വന്നിട്ട് ബേസ്. ഒരു ഐലൻഡിൽ 2 റിച്ചും കട്ടും എന്തായാലും കിടിലും ബേസ് ഇട്ടാ. നോക്ക് കോട്സ് 2nd ഫ്ലോർ ചെയ്തേക്കണം. നോക്കാം ബെഡ്റൂം. എൻ്റെ പൊന്നു എന്നോടത് എൻചാൻമെന്റാ. എടാ വാട്ട് ദ ഹെക്ക് ബ്രോ. മഷ്റൂം ഏറ്റവും ടോപ്പ് ഫ്ലോർ. നമ്മൾ ചെസ്റ്റ് ഒന്നും എടുക്കണമെന്നില്ല അല്ലേ, ഒന്നുമില്ലെങ്കിൽ. മഷ്റൂമിൻ്റെ സൈഡ് വേണം. എടാ എന്നെ ക്രിയേറ്റിവിറ്റിയുടെ പോരാത്തതിന് ഗിയറിംഗ് അപ്പ് പ്ലസ് ബിൽഡേഴ്സ്. എൻ്റെ പൊന്നു ചക്കന്മാർ ചെയ്യട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നോക്കി ഇതൊക്കെ ഉണ്ടാക്കണത്. ഇത് ഏതുവഴിയായിരുന്നു പോണം. അയ്യോ ഓക്കെ. നമ്മുടെ ചെക്കൻ പൈസ എത്തിയിട്ടാ ടീം. ഇനിയിപ്പോൾ അവനെ കൂട്ടിയിട്ട് കുറച്ച് പ്ലാനും പരിപാടിയൊക്കെ നടത്തണം. എന്തായാലും കിടിലം ബേസ് പറഞ്ഞേക്കാം അങ്ങോട്ട്. കിടിലം ബേസ്. എന്തായാലും ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ. എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ നമ്മുടെ ബേസിലെത്തിയിട്ടുണ്ട്. മെസ്സേജ് അയക്കട്ടെ. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ മാറ്റി വെച്ചേക്കുന്നത്.
ഇവിടെ കസേരയിലിരിക്കാം. പെർസ്പെക്റ്റീവ് മാറ്റാം. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ സെർവറിൽ എന്നെ പോലെ തന്നെ കുറേ പേര് ഇവിടെ വന്ന് വെട്ടി കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അവരെ പോലെ സാധാരണക്കാരായിട്ട് ജീവിച്ചാൽ പോരാ. ഇത്രയും കാലം പിച്ചച്ചട്ടി ഇത് കൈയിട്ട് വരി തിന്നിട്ടായാലും നമ്മൾ ജീവിച്ചു. പക്ഷെ ഇനിയും നക്കാപ്പിച്ച കാശും കൊണ്ട് നമുക്കൊരു കാര്യമില്ല. നമുക്ക് ഈ സെർവറിൽ റിച്ച് ആകണം. എങ്ങനെയെങ്കിലും ഈ സെർവറിൽ നമുക്ക് റിച്ചായിട്ട് വേണം 4 ആളുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് വെക്കാൻ. അല്ലെങ്കിൽ തല ഉയർത്തി തന്നെ പിടിച്ച് വെക്കുന്നേ, താഴത്തൊന്നുമില്ല. ബട്ട് ഈ സെർവറിൽ നമുക്ക് അധികാരം സ്ഥാപിക്കണം. അതിനുള്ള ഒരു ഒറ്റ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെർവറിൽ ഒരു ഗവൺമെൻറ് സ്ഥാപിക്കണം. അപ്പം നമുക്ക് കൂടെ ഒരുത്തനും കൂടി കിട്ടിയിട്ടുണ്ട്. അവൻ എവിടെയാണോ എന്തോ, എന്തായാലും ഇവിടെ കാണാനില്ല. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ടൗൺ ഹാൾ ബിൽഡ് ചെയ്തിട്ട് ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ഈ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഈ നെതർ ഹബ് കിടക്കുന്നുണ്ട്. ഓരോരുത്തർ അവരവരുടെ ബേസിൽ നിന്ന് മെയിൻ ഹൈവേക്ക് ഇത് കറക്റ്റ് അടിപൊളിയായിട്ട് നല്ലൊരു ഹബ്ബൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഹൈവേ. പക്ഷേ ഈ മെയിൻ ഹബ്ബിൽ നിന്ന് ഉള്ളിക്ക് എന്താണ് ഹൈവേ പണിതിട്ടില്ല. പോരാത്തതിന് മൊത്തം പറയട്ടെ, പോരാത്തതിന് ഈ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. 2 കട വന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് ഒരു പാത്തില്ല, ഡേർട്ട് പാത്ത്. അവർ അതെന്തോ സെർവറായിരുന്നു റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ അധികാരം നമ്മുടെ കിട്ടണം. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ടൗൺ ഹാൾ എന്തായാലും നമുക്ക് ബിൽഡ് ചെയ്യണം. അതിനു മുമ്പ് നമുക്കൊരു പാർട്ടി ഫോം ചെയ്യണം. അപ്പോൾ പാർട്ടിക്കകത്ത് നമ്മളിപ്പോൾ നിലവിൽ 2 ആൾക്കാരുള്ളൂ. പക്ഷെ അത് പോരാ, നമുക്ക് ലോക്കൽ സപ്പോർട്ട് നേടണം. ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരൽ നിർത്തിയിട്ട് നമുക്ക് ഒരു പണക്കാരനെ മാറണം. ഇനി ഈ മണ്ടനോട് പറയണം അതൊക്കെ. അതെന്തായാലും ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിരുന്നിട്ട് ഇരുന്ന് പറഞ്ഞ് അവതരിപ്പിച്ചോളാം. അതെ, നിക്കറുമില്ല, ബനിയനുമില്ല, കാലിടാനും തലയിലിടാനും എല്ലാം ഉണ്ട്. വണ്ടി ഉണ്ട്, അതുമില്ല. എൻ്റെ കുതിരേനെയാണെങ്കിൽ പട്ടി കൊണ്ടേ കൊന്നു. ഇവനാണ് എൻ്റെ കുതിരേനെ കൊണ്ട് മര്യാദയ്ക്ക് നെതറിൽ കൂടെ കയറി വരാനുള്ളതിന് ഈ ചെക്കൻ കാണിച്ച പരിപാടി നേരെ എൻ്റെ അണ്ണാക്കി കയറി കൊടുത്തു. സ്കെൽട്ടൺ ഹോഴ്സിൻ്റെ 4 വളഞ്ഞിട്ട് അങ്ങ് അടിച്ച് എൻ്റെ കുതിരേനെ കൊന്നു. നിങ്ങളാ ലൈവ് അല്ല വീഡിയോ കണ്ടതല്ലേ? അവനെന്തുവാ ക്യാരറ്റൊക്കെ എൻ്റെ എല്ലാം പോയി. തെണ്ടി ചെക്കൻ. ഞാൻ തൊട്ട് ഒന്നേന്ന് ഗ്രൈൻഡ് ചെയ്യണ്ടേ? എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ സാധനമില്ല, നോക്കിക്കേ. സോ നമ്മൾ പറഞ്ഞു വന്നത് പാർട്ടിയുടെ കാര്യമാണ്. സോ പുതിയ പാർട്ടിയൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പേരും കൊടുത്തിട്ടുണ്ട്, PDX. പിന്നെ നമുക്ക് അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലാഗ് കാണിച്ചു തരാം. ഈ ഫ്ലാഗ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സെറ്റാണെങ്കിൽ ഇതൊന്ന് സെറ്റാക്കുക. മീൻസ് ഞാൻ കുറച്ച് കൈയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ട് ഞാൻ ആ ഫ്ലാഗ് ഒന്ന് കാട്ടിത്തരാം.